കവി പ്രഭാവർമ്മ കൂടിയുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ പ്രഭാവർമ്മ, അദ്ദേഹം പലപ്പോഴും ഈ എറണാകുളത്തൊക്കെ നടക്കുന്ന പരിപാടികളിലൊക്കെ അവസാന കാലങ്ങളിൽ വരെ സജീവമായിരുന്നു. നമുക്കൊപ്പമുണ്ട് എന്നൊരു തോന്നലാണ്. ഇപ്പോൾ അതൊരു വലിയ ശൂന്യതയായി അനുഭവപ്പെടുന്നുണ്ട്. യെസ്. ഹലോ. യെസ്, പറയൂ. ഒരു നൂറ്റാണ്ടോളം ജീവിക്കാൻ ലഭിക്കുന്ന ആ നൂറ്റാണ്ടിന്റെ ഏതാണ്ട് 8.5 പതിറ്റാണ്ടും അർത്ഥപൂർണമായിട്ട് ജീവിക്കാൻ കഴിയുക, ആ ജീവിതമാകട്ടെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുക, ഇതൊക്കെ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ അത്യപൂർവതകളുടെ നിരയിലേക്ക് സ്വന്തം ജീവിതത്തെ ചേർത്ത് വെച്ച വലിയൊരു മനുഷ്യനാണ് സാലിമാഷ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈ സമൂഹത്തിന്, വരും തലമുറകൾക്ക് ഒക്കെ പ്രയോജനപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി സാഹിത്യ രംഗങ്ങളിൽ, സാമൂഹ്യ രംഗങ്ങളിൽ, സാംസ്കാരിക രംഗങ്ങളിൽ ഒക്കെ വ്യാപരിച്ചു പോന്നു. സമാനതകളില്ലാത്ത സംഭാവനകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വളരെ വിലപ്പെട്ട സംഭാവനയുടെ ഒരു മേഖല തീർച്ചയായും നിരൂപണ രംഗം തന്നെയാണ്. ആ നിരൂപണ രംഗത്ത് അദ്ദേഹത്തിന്റെ സംഭാവനകള് ഏതാണ്ട് കേസരിയുടേതിന്റെ തുടർച്ചയാണ് എന്ന് പറയാം. ഒരു നൂതനത്വത്തിൻ്റെതായ ഒരു കാലഘട്ടത്തെ തുടർന്നു കൊണ്ടുപോകുന്ന വിധത്തിലുള്ള സക്രിയമായ ഇടപെടലായിരുന്നു അദ്ദേഹത്തിന് രംഗത്ത് നടത്താൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ജീവചരിത്ര രംഗമെടുത്താലോ, ജീവചരിത്രം ചങ്ങമ്പുഴയുടേത്, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെത്, കുമാരനാശാന്റേത് എന്നിങ്ങനെ നിരവധി ഈ മഹാവ്യക്തിത്വങ്ങളുടെ ജീവചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ആരുടെയൊക്കെ ജീവചരിത്രം എഴുതിയോ അതിനെ കടന്നു നിൽക്കുന്ന ഒരു ജീവചരിത്രം നമ്മുടെ ഭാഷയിൽ ഇല്ല എന്ന് പറയാം. അതായത് എന്തൊക്കെ സബ്റ്റിൽ ന്യൂവാൻസസ് ഉച്ചേർന്നാലാണ് ഒരു ജീവചരിത്ര രചന ഏറ്റവും ഫലവത്താവുക, ആ വിധത്തിൽ ഫലവത്താകുന്ന തരത്തിലുള്ള രചനാ മാർഗം പിന്തുടരാനും, അങ്ങനെ ഈ ജീവചരിത്ര രചനയെ വലിയ ഈടുവയ്പായി നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന്റെ വലിയൊരു ഈടുവയ്പായി ആക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് സത്യം. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഒരു തുടർച്ചയായിട്ട്, ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് മാർക്സിസത്തെ കാണുകയും അങ്ങനെ ശ്രീനാരായണ പ്രസ്ഥാനത്തെയും മാർക്സിസത്തെയും ഒരുമിച്ച് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. വളരെ ആധുനികമായിട്ടുള്ള ചിന്തകള്, വളരെ നൂതനമായിട്ടുള്ള ചിന്തകള് മനസ്സിലേക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധ്യമായി. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ ഇരുന്നവർക്കറിയാം. ഔപചാരികമായി ഞാൻ ആ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, എന്നാൽ പല സാഹിത്യ ശില്പശാലകളിലും അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന അനുഭവം എനിക്കുണ്ട്. അപ്പോ അതുവരെ ഉള്ള ഒരു നമ്മളല്ല ആ ക്ലാസ് കഴിയുമ്പോഴുള്ള നമ്മൾ. ആ നിലയ്ക്കുള്ള ഒരു വലിയ മാറ്റം നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെതായി നമ്മളുടെ മാനസിക തലത്തിൽ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് വളരെയേറെ സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും എന്ത് നൽകിയാലും മറുപടി ആവുകയില്ല, അതിനുള്ള ഒരു ഉത്തരമാവുകയില്ല. ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഒറ്റവാചകത്തിലെല്ലാം ഒതുക്കാമെന്ന് തോന്നുന്നു. വളരെ നന്ദി ശ്രീ പ്രഭാവർമ്മ.